Okay. Good afternoon. Hello. Yeah, good afternoon. Wasila. Okay. എല്ലാരും എത്തിയില്ലേ? Good afternoon. Okay, നമ്മളിപ്പോ 3-4 ക്ലാസ് ഇംഗ്ലീഷ് ഗ്രാമർ പോർഷൻ ഒക്കെ കഴിഞ്ഞു. അതിൽ ചെറിയ പാർട്ടും കൂടെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓർമ്മ ഉണ്ടോ? ഓക്കെ, എന്തൊക്കെ പറഞ്ഞു നമ്മള്? ആരെന്താ ഒന്നും പറയാത്തെ? നമ്മുടെ ഗ്രാമ ഏരിയയിലുള്ള ഒരുവിധമൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? കോങ്കോർഡ് പറഞ്ഞു. Then preposition, conjunction, അങ്ങനെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ, ടാഗ്, ടെൻസ്, ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്തൊക്കെ നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ടെറ്റ് എക്സാമിന്റെ ഒരു നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് എന്താ പറയാ, ഇംഗ്ലീഷ് സബ്ജക്റ്റ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു ടെറ്റിലെ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് നല്ലൊരു കോൺഫിഡൻസ് ആവും ചെയ്യും. ഷുവർ ആയിട്ട് നമുക്ക് ടെറ്റ് എക്വയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ഓക്സിലിയറി. ഓക്കെ, അപ്പോ നമ്മൾ എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യാൻ വേണം. ഓരോ സബ്ജക്റ്റും, നോട്ട് ഓൺലി ഇംഗ്ലീഷ്. ഓക്കെ, shall we move to our next session? Yeah, Gerund. Sound clear? Okay. Clear അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രാമർ പാർട്ടിൽ ഒരു പോർഷൻ ബാക്കി ഉണ്ടായിരുന്നു, ജെറണ്ട് എന്നുള്ള. നമ്മള് ജെറണ്ട് എന്നുള്ള ഓക്കെ ജെറണ്ട് എന്നുള്ള ഒരു പോർഷൻ ബാക്കി ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ജെറണ്ട്? എന്താണ് ജെറണ്ട് എന്നുള്ള നമ്മളിപ്പോ എന്തായിരുന്നു? Gerund is nothing but the ing form of the verb. ഒരു വേർബിന്റെ കൂടെ ing ചേർക്കുന്നതാണ് എന്ത്? ജെറണ്ട് എന്നുള്ളത്. വേർബിനെ നമ്മൾ ing ചേർത്തുകൊണ്ട് നൗൺ ആക്കി മാറ്റുന്നതാണ് ജെറണ്ട് എന്ന് പറയുന്നത്. A verb form which functions as a noun. ഒരു വേർബിനെ കൂടെ ing ചേർത്തിട്ട് walking. ഇപ്പൊ മലയാളം പറയുകയാണെന്നുണ്ടെങ്കിൽ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുക. അപ്പൊ അതിന്റെ മലയാളം നൗൺ ആക്കുമ്പോ നമ്മൾ മലയാളത്തിൽ എന്താ നൗൺ ആക്കിയിട്ട് പറയാ? നടത്തം എന്നാ പറയാറില്ലേ? അല്ലേ? നടത്തം എന്ന് പറയും. അപ്പൊ ആ നടത്തം എന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വേർബിന്റെ കൂടെ ഒരു ing ചേർക്കുന്നതിനാണ് നമ്മൾ വാക്കിംഗ് എന്നാക്കും. അപ്പൊ ഇറ്റ് ബിക്കംസ് ഇപ്പൊ ഒരു വേർബിനെ ing ചേർത്തിട്ട് നൗൺ ആക്കി മാറ്റുന്ന ആ ing ചേർത്തിട്ടുള്ള ആ ഒരു വേർഡിനാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ing ഫോം ഓഫ് ദി verb
It is a verb form which functions as a noun and gerund ends in ing. Example paraye. Swimming is a good exercise. Is a good exercise. നമുക്ക് എപ്പോഴും അറിയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. Smoking is injurious to health. Smoking is injurious to health. I enjoy drawing. അപ്പോ ഇതിലൊക്കെ ഏതാണ് gerund എന്നുള്ളത്? Swimming. Okay. നീന്തൽ എന്നുള്ളത് എന്താണ്? As a good exercise. I enjoy drawing. Smoking is injurious. ഹാനികരമാണ് എന്നത്. ഓക്കെ, അപ്പോ നമ്മൾ gerund എന്താന്ന് പറഞ്ഞു? gerund എന്താന്ന് പറഞ്ഞു? 2-3 എക്സാമ്പിൾസും പറഞ്ഞു. അപ്പൊ ഈ gerund എവിടേക്കാ യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. Okay, a gerund as subject of a sentence. ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് എന്താണ് gerund വരാറുണ്ട്? As subject of a sentence. Okay, watching TV is my pastime. സബ്ജക്ട് എന്താന്ന് അറിയൂലേ? ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ തന്നെ വരുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പോ gerund എന്നുള്ളത് നമ്മൾ എന്താണ് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. And also as direct object of a sentence. Direct object. Subject. Verb കഴിഞ്ഞ ഉടനെ തന്നെ വരുന്ന കാര്യമാണ് എന്ത്? ഒബ്ജക്ട്. ഡയറക്റ്റ് ഒബ്ജക്ട്. മേ ചില സെന്റൻസ് ഡയറക്റ്റ് ഒബ്ജക്റ്റും സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇത് പത്തിരി വെക്കാലോ. I like writing in English. വേറെ സംസാരം ആരാ വരുന്നുണ്ട്? ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, then as direct object of a sentence. ചില സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് gerund യൂസ് ചെയ്യാറുണ്ട്. I like writing in English. ഇതിലുള്ള gerund ഏതാണ്? writing. Okay, I like writing in English. I love swimming. Swimming. I love drawing എന്നൊക്കെ പറയാറുണ്ട് അല്ലെ നമ്മള്. അപ്പൊ ഡയറക്റ്റ് ഒരു സെന്റൻസിന്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് gerund യൂസ് ചെയ്യാറുണ്ട്. Then use ചില പ്രിപ്പോസിഷന് ശേഷം നമ്മൾ എന്താണ് gerund യൂസ് ചെയ്യാറുണ്ട്. Would you like to walk instead of taking a bus? Instead of. Okay, instead of ന് ശേഷം നമ്മൾ എന്താണ് taking ഒരു ing വേർഡ് ആയിട്ടുള്ള gerund ആണ് യൂസ്. Would you like to walk instead of taking a bus? നമുക്കൊന്ന് നടന്നു പോയാലോ ഒരു ബസ്സിൽ പോകുന്നതിന് പകരം. ഓക്കെ, അപ്പൊ ഈ ഒരു gerund ഈ 3 ചില എന്താ പറയാ എക്സ്പ്രഷൻസിന് ശേഷം പറയാറുണ്ട്. അത് നമ്മള് കോൺകോർഡ് പറഞ്ഞപ്പോ സമയത്ത് പറഞ്ഞില്ലായിരുന്നു. വൺ ഓഫ് ദ ബോയ്സ് ഈസ് മിസ്സിംഗ്. ഓക്കെ, ചില എക്സ്പ്രഷന് ശേഷം നമ്മൾ എന്താണ് ing ഫോം ഓഫ് ദി വേർബ് യൂസ് ചെയ്യാം, gerund യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, then common verbs followed by a gerund. ഒരു gerund ഇപ്പൊ ചില
ഉണ്ട്. ഇതിന് ശേഷം നമ്മൾ എന്താണ് ജെറണ്ട് മാത്രമാണ്, ജെറണ്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഏതൊക്കെയാണ് ആ വേർഡ്? നിങ്ങൾ ഇതൊന്ന് മൈൻഡിൽ ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും നമ്മുടെ എക്സാമുകൾക്ക് വരുന്ന ഒരു വേർഡ്സ് ആണ്. എൻജോയ്, അവോയ്ഡ്, ഫിനിഷ്, സജസ്റ്റ്, കീപ്, മൈൻഡ്, ഡിനൈ, കാൺ, ഇമാജിൻ. ഈ വേർഡ്സിനൊക്കെ ശേഷം വരുന്ന വേർബ്. ഐ എൻജോയ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബ്രാക്കറ്റിൽ റൈറ്റ്, റൈറ്റിംഗ്, ടു ബി റിട്ടൺ ഒക്കെ പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തരും. അപ്പൊ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല, അവിടെ എന്ത് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ജെറണ്ട് എന്നുള്ളത് ING ഫോം ഓഫ് ദി വേർബ് ഏതാണോ അത് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കോമൺ നമ്മൾക്ക് എക്സാമിന് വരുന്ന എപ്പോഴും വരുന്നതാണ് എൻജോയ്, അവോയ്ഡ്, ഫിനിഷ് എന്നൊക്കെയുള്ള വേർഡ്സ്. മിക്കവാറും എൻജോയും അവോയ്ഡും എപ്പോഴും വരാറുണ്ട്. Then would you mind lending me your ചില എക്സ്പ്രഷൻ പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ ഓഫ് ദ എന്നുള്ളത്. വൺ ഓഫ് ദക്ക് വരുന്ന ശേഷമുള്ള വേർബായിട്ട് നമ്മൾ എന്താ ING ഫോം ഓഫ് ദി വേർബാ പറയാ, ജെറണ്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപടി തന്നെ would you mind lending me your pen പറയാറുണ്ട് അല്ലേ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ. ഓക്കെ, അപ്പോ ആ ഒരു മൈൻഡ് അതിന് ശേഷം നമ്മൾ എന്താണ് ING ഫോം ഓഫ് ദി verb ആണ് യൂസ് ചെയ്യാറുള്ളത്. എൻജോയ്, അവോയ്ഡ്, ഫിനിഷ്, സജസ്റ്റ്, കീപ്, മൈൻഡ്, ഡിനൈ, കാൺ, ഇമാജിൻ. ഈ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കൂടുതലായിട്ടും എൻജോയ്, അവോയ്ഡ് ഒക്കെയാണ് നമുക്ക് വരാറുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതുവരെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം ഈ ഒരു ജെറണ്ട് എന്നുള്ള ഏരിയയിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ജെറണ്ട് എന്താന്നറിയാ? ജെറണ്ട് എന്താന്നറിയാ? ഓക്കെ, ഷീ അവോയ്ഡഡ് ഡാഷ് ഹിം അബൌട്ട് ഹർ പ്ലാൻസ്. അപ്പൊ നമ്മൾ ആ ഒരു വേർബ്സ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഷീ അപ്പൊ മേ ബി നമുക്ക് തോന്നും ടെല്ലിംഗ്, ടോൾഡ്, വിൽ ടെൽ. ഇതിലേതാ നമ്മൾ എന്താ ആൻസർ ഏതാ? ഷീ അവോയ്ഡഡ്. അവോയ്ഡ് എന്നുള്ള ഒരു കോമൺ വേർബ് ആണ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ആ വേർബിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനൊക്കെ ബി. ഷീ അവോയ്ഡഡ് ടെല്ലിംഗ് ഹിം അബൌട്ട് ഹർ പ്ലാൻസ്. ദെൻ പിന്നെ വേറൊരു ടൈപ്പ് വരുന്നത് എങ്ങനെയാ വെച്ചാല് രാഹുൽ ഈസ് ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. രാഹുൽ ഈസ് ഫോണ്ട് ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. Find out the gerund in the sentence. ഇതിലുള്ള ജെറണ്ട് ഏതാന്ന് ചോദിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട്. അപ്പൊ ജെറണ്ട് എന്താന്ന് നമുക്ക് അറിയണോ അല്ലെ? ഈസ് ആണോ, ഫോണ്ട് ആണോ, ഈറ്റിംഗ് ആണോ, ചോക്ലേറ്റ്സ് ആണോ? ഓക്കെ, which is the gerund? നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടെ. ഈ ഒരു ജെറണ്ട് എന്നുള്ള പാർട്ടിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറുള്ളത്. ഓക്കെ, സി ഈറ്റിംഗ് എന്നുള്ളതാണ് അല്ലെ, ING ഉണ്ട്. ദെൻ Raju enjoys dash the drama. Raju enjoys dash the drama. Enjoys, avoid, enjoy. Okay, ഇതിനൊക്കെ ശേഷം നമ്മൾ എന്താണ് ബി റീഡിങ്. ടു ബി റീഡിംഗ് ഒന്നും വരൂല കേട്ടോ. രാജു എൻജോയ്സ് റീഡിങ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് വരാം, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടും നമ്മുടെ ജെറണ്ട് വരാം. ഓക്കെ, ഡാഷ് ക്രിക്കറ്റ് ഈസ് മൈ ഫേവറേറ്റ് പാസ് ടൈം. അപ്പൊ ക്രിക്കറ്റ് കളിക്കൽ എന്നാണ് നമുക്ക് പറയണ്ടേ, ക്രിക്കറ്റ് കളിക്കൽ. ഓക്കെ, വാട്ട് ഈസ് playing cricket is my favorite pastime. Then, another type of question. Swimming is good to health. Here, the underlined word is. Swimming is good to health. ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്? ജെറണ്ട് ആണോ, കോൺകോർഡ് ആണോ, അഡ്വർബ് ആണോ, കൺജങ്ഷൻ ആണോ? ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, the answer is gerund. Okay,
Then next is dash is a good exercise. ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് പറയുന്ന സമയത്ത് എപ്പോഴും അത് നൗൺ ഫോമിലായിരിക്കും. അത് നമുക്കറിയാലേ. അപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യന്റെ എന്തായിരിക്കും? ഡാഷ് ഇസ് എ exercise. Dash is a good exercise. Walking is a good exercise. Walking is a good exercise. Okay. അപ്പോ നമ്മുടെ ജെറൻഡ് എന്നുള്ള ഒരു ഏരിയ സിമ്പിൾ നമ്മുടെ ഗ്രാമർ പോർഷനിൽ ഇപ്പൊ ഇതുവരെ എന്തൊക്കെയാണോ എടുത്തത് അതിൽ ജെറൻഡ് എന്നുള്ള ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാമർ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നമ്മളെ പ്രിപ്പോസിഷണൽ വേർബ്സ് ഞാൻ തന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പ്രിപ്പോസിഷണൽ ചില വേർബിന്റെ കൂടെ ചില പ്രിപ്പോസിഷൻ മാത്രമേ വരുള്ളൂ. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ദെൻ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഗ്രാമർ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ സെക്കൻഡ് പാർട്ട് ഏതായിരുന്നു? നമ്മുടെ സെക്കൻഡ് ഏത് പാർട്ടായിരുന്നു? പെഡഗോജി എന്നുള്ള ഇംഗ്ലീഷ് പെഡഗോജി എന്നുള്ള ഒരു നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് സെഷനിൽ. പെഡഗോജി എന്നുള്ളത്. ഓക്കെ, വാട്ട് ഈസ് പെഡഗോജി? എന്താ പെഡഗോജി? എന്താ നിങ്ങളെ TTC ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് പെഡഗോജി? അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജി ക്ലാസ്സിൽ തോമസ് സാർ എടുത്തിട്ടുണ്ട്. സൈക്കോളജിയുടെ ഒരു പാർട്ടും കൂടാണ് പെഡഗോജി എന്നുള്ളത്. അതിൽ ഒരുപാട് നമ്മുടെ ഏരിയസ് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. വാട്ട് ഈസ് പെഡഗോജി? ടീച്ചിങ് മെത്തേഡ്. ദെൻ അധ്യാപന രീതി. ഒക്കെ ബോധനശാസ്ത്രം. ഓക്കെ. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? സയൻസ് ഓഫ് ടീച്ചിങ്, ആർട്ട് ഓഫ് ടീച്ചിങ്, ഇങ്ങനെയൊക്കെ പറയാം അല്ലെ പെഡഗോജി എന്ന് പറയുന്നതിലും. നിങ്ങൾ സാറിന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. പെഡഗോജി പാർട്ട് നിങ്ങളുടെ ജനറൽ പാർട്ടിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ഏരിയയിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ കൂടുതലായിട്ട് ജനറൽ തന്നെ വരുന്നത്. സാർ എടുക്കുന്ന നിങ്ങൾക്കൊന്ന് എന്താ പറയാ ഓർത്തെടുക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ സയൻസ് ഓഫ് ടീച്ചിങ്. ഇതൊക്കെ എന്താണ്? പെഡഗോജി. ഓക്കെ, ഹൗ ടു ഇമ്പാർട്ട് നോളേജ് ടു അവർ സ്റ്റുഡൻസ്. ഇതൊക്കെ നമ്മൾ ഏതാണ്? ഈ ഒരു പെഡഗോജി പാർട്ടിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഹൗ ടു ഇമ്പാർട്ട് അവർ നോളേജ് ടു അവർ സ്റ്റുഡൻസ്. How to impart our knowledge. It is the theory and practice of teaching. It is the theory and practice of teaching. It is the theory and practice of teaching. Then, all about our teaching. അല്ലേ? നമ്മുടെ ടീച്ചിങ്ങിനെ സംബന്ധിച്ച് എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്തിൽ വരുന്നുണ്ട്? In our pedagogy. Okay.